അടുത്ത കാലത്ത് സിനിമാ മേഖലയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് റിവ്യൂ ബോംബിംഗ്. പുതിയ സിനിമകൾക്കെതിരെ നടക്കുന്ന ഇത്തരം മോശം റിവ്യൂകൾക്ക് എതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഏതാനും യൂട്യൂബുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. മനഃപൂർവ്വം സിനിമയെ മോശമാക്കാൻ പലരും ശ്രമിക്കുന്നുവെന്ന തരത്തിലും പരാമർശങ്ങൾ ഉയർന്നു. എന്നാൽ നല്ല സിനിമകളെ താറടിച്ചു കാണിക്കാനും അതേ സിനിമകളെ കൂടുതൽ മേന്മയുള്ളതാക്കാനും റിവ്യൂ ബോംബിംഗ് സമ്പ്രദായം ഉപയോഗിക്കുന്നതായും സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. 150 രൂപ കൊടുത്ത് സിനിമ കാണുന്ന പ്രേക്ഷകന് സിനിമയെക്കുറിച്ച് എന്തും പറയാനുള്ള അവകാശമുണ്ടെന്ന് നടൻ അജു വർഗീസ് മുൻപ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. റിവ്യൂ പാടില്ല എന്ന് രാജ്യത്ത് നിയമമുണ്ടോ എന്ന് അജു ചോദിച്ചിരുന്നു. ഒരു പെൺകുട്ടി പ്രസവിക്കുന്നത് പോലെ 10 മാസം എടുത്താണ് ഓരോ സിനിമയും പുറത്തിറങ്ങുന്നതെന്ന് നടൻ ബാലയും ഒരിക്കൽ അഭിപ്രായപ്പെട്ടിരുന്നു. ഒരു പെൺകുട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആൺകുട്ടിയെക്കുറിച്ചോ അപവാദം പറഞ്ഞു പരത്തി ഒരു കല്യാണം മുടക്കുന്നത് പോലെയാണ് നെഗറ്റീവ് റിവ്യൂ എന്നാണ് നടൻ അഭിപ്രായപ്പെട്ടത്. ഒരു സിനിമ പിറവിയെടുക്കുന്നതിന് പിന്നിലെ കഷ്ടപ്പാടുകൾ അത് വസ്തുവകകൾ വിറ്റും പണയം വെച്ച് ലോൺ എടുത്തുമൊക്കെയാകാം നടന്നു പോകുന്നത്. എന്നാൽ ഇപ്പോൾ നല്ലൊരു സമയം സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്ന സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ ഈ ഓൺലൈൻ റിവ്യൂ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു. പടം കാണാൻ ഇറങ്ങുമ്പോൾ അവർ 2 വട്ടം ആലോചിക്കും. ഈ റിവ്യൂ ബോംബിങ്ങിനേക്കാൾ ഭീകരമാണ് ഇതിനൊക്കെ താഴെ വന്ന് ചേരിതിരിഞ്ഞ് കമന്റ് യുദ്ധം നടത്തുന്ന ചില പ്രത്യേക വിഭാഗം. അത് വർഗീയതയും വെറുപ്പും സൃഷ്ടിക്കുന്നവയുമാണ്. എന്നാൽ ഇപ്പോൾ റിവ്യൂ ബോംബിങ്ങിനെ സംബന്ധിച്ച് സിനിമാ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും വിവരം നൽകാൻ പ്രത്യേക വെബ് പോർട്ടൽ അടക്കമുള്ള നിർദ്ദേശങ്ങളിൽ റിപ്പോർട്ട് നൽകാൻ അമിക്കസ് ക്യൂറിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. റിവ്യൂ ബോംബിംഗ് ചെറുക്കാനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ പ്രോട്ടോകോൾ സംസ്ഥാന പോലീസ് മേധാവി നേരത്തെ കോടതിയിൽ നൽകിയിരുന്നു. ഇതടക്കം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചത്. അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് ശ്യാം പത്മൻ സമയം തേടിയതിനെ തുടർന്ന് ഹർജി 13-ന് പരിഗണിക്കാൻ മാറ്റി. റിലീസ് ചെയ്യുന്നതിന് പിന്നാലെ പുതിയ സിനിമകളെക്കുറിച്ച് ഓൺലൈൻ ബ്ലോഗർമാർ നടത്തുന്ന നെഗറ്റീവ് റിവ്യൂകൾക്കെതിരെ സംവിധായകൻ മുബീൻ റൌഫ് അടക്കം നൽകിയ ഹർജികളാണ് പരിഗണനയിലുള്ളത്.